നമുക്ക് ആദ്യം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ അതെ മജ്ലിസ് ഹോട്ടലിലാണ് ഇന്നലെ ആ ഹോട്ടലാണ് വന്നതെന്നേ ഉള്ളൂ. നിരവധി ഹോട്ടലുകളിൽ അങ്ങനെ അത്തരത്തിലുള്ള ഭക്ഷണം വിളമ്പുന്നുണ്ടാകാം. എന്തായാലും പരിശോധന ഇപ്പോഴും നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നമുക്ക് ഇക്കാര്യത്തിൽ ഉറപ്പുവരുത്തേണ്ടത്. പ്രേക്ഷകർക്കായി അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് അറിയേണ്ടത് അത് തന്നെയായിരിക്കും. ഓരോ തവണ ഭക്ഷ്യവിഷബാധ ഉണ്ടാകുമ്പോഴും പരിശോധന നടക്കുന്നു എന്ന് അധികൃതർ പറയുന്നു, നഗരസഭ പറയുന്നു, ലൈസൻസ് റദ്ദാക്കിയെന്ന് ആരോഗ്യവകുപ്പ് പ്രഖ്യാപിക്കുന്നു. പക്ഷേ ഇത് തുടർക്കഥയാവുകയാണ്. ഇന്നലെ രാവിലെ ഉച്ചയോടടുപ്പിച്ചാണ് ആദ്യ വാർത്ത വന്നു തുടങ്ങിയത്. അപ്പോൾ 3 പേർക്ക്, അത് കഴിഞ്ഞ് 6 പേർക്ക്, വൈകുന്നേരമായപ്പോൾ അത് 33, 34 എത്തി. വൈകുന്നേരം വൈകിയപ്പോൾ 68, രാത്രി 75 എന്ന് പറയുന്നു. മാത്രമല്ല വടക്കൻ പറവൂരിന്റെ ആ പരിസരത്തുള്ളവർക്ക് പുറമെ ആ പോയ വഴിയിൽ ഭക്ഷണം കഴിച്ച പലരും പല സ്ഥലത്തായി ചികിത്സ തേടിയിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോ ഏറ്റവും ഒടുവിൽ മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ കണക്ക് നമുക്കില്ല, എത്ര പേർക്ക് ഈ ഭക്ഷ്യവിഷബാധ ഏറ്റു എന്നുള്ളതിന്റെ കൃത്യമായ കണക്ക് നമുക്കില്ല. ഇനി അത് അവർ തിരിച്ചറിയാൻ വേണം എന്തൊക്കെ അസുഖം വന്ന് എവിടെയൊക്കെ ആൾക്കാർ ഉണ്ട് എന്നുള്ളത്. ഏതായാലും സുബി വിശ്വനാഥൻ കൊച്ചിയിൽ ഉണ്ട്. സുബി, ഇപ്പോഴത്തെ കണക്കനുസരിച്ച് എത്ര പേർക്കാണ് ഇതുമൂലം ഭക്ഷ്യവിഷബാധ ഏറ്റിരിക്കുന്നത്? ഈ പറയുന്ന മജ്ലിസ് ഹോട്ടലിൽ നിന്ന് ഇത് കുഴിമന്തി കഴിച്ചാണ്, കുഴിമന്തി എന്ന് പറയുന്നു. എന്താണ് ഇതിന് പിന്നിൽ? എന്തൊക്കെ നടപടികളാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാ സുബി? വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പ്രദീപ്, ഗുഡ് മോർണിംഗ് അശ്വതി. ഏതായാലും ഭക്ഷ്യവിഷബാധ തന്നെയാണ് കേരളം ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത. അതും പ്രത്യേകിച്ചും എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിൽ നിന്നാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കുഴിമന്തി കഴിച്ചവരെയാണ് ഇത് ബാധിച്ചത് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എങ്കിലും അത് മാത്രമാണോ, മറ്റേതെങ്കിലും പഴകിയ വസ്തുക്കൾ ഇവർ കഴിച്ചിരുന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. നഗരസഭാ അധികൃതർ നടപടി എടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും എത്ര പേർ ഇത് കഴിച്ചു എന്നത് ഒരു തിട്ടപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. എത്രത്തോളം പഴകിയ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യം പറയാൻ കഴിയുന്നില്ല. ഏതായാലും 90ഓളം പേർ ഇപ്പോൾ ആശുപത്രിയിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവിധ ഇടങ്ങളിലായി ആശുപത്രിയിലുണ്ട്. ഏറ്റവും ഗുരുതരം എന്ന് പറയുന്നത് വടക്കൻ പാറവൂരിൽ ഉള്ളവർ മാത്രമല്ല ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്. നേരെ മറിച്ച് ഈ ദേശീയ പാതയോരത്താണ് ഈ മജ്ലിസ് ഹോട്ടൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ യാത്രക്കാരായി പോകുന്ന പലരും ഇവിടെ നിന്ന് കയറിയിട്ടുണ്ട്. ഈ കോഴിക്കോട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ പോലും ഇതിൻ്റെ ഒരു വിഷാംശം, അതായത് വിഷബാധ ഏറ്റ് ചികിത്സ തേടിയവർ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇതിൻ്റെ ഒരു ഭീകരത ഇനിയും വെളിവാവാൻ ബാക്കിയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അധികൃതർ നടപടിയെടുക്കൽ ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഈ ഹോട്ടൽ ഉടമയ്ക്കെതിരെ നരഹത്യാ കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട്. ഒപ്പം ഈ ചീഫ് കുക്കിനെ ഇന്നലെ ചോദ്യം ചെയ്ത് വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം പ്രഹസനമാണ് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ഒരു ആരോപണം. കാരണം അത് നമുക്ക് തന്നെ അറിയാം. പ്രതിപക്ഷം പറയുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം, ഒരു ഭക്ഷ്യവിഷബാധയുണ്ടാകുമ്പോൾ വലിയ പരിശോധനകൾ നടക്കുന്നു, കുറേ ഹോട്ടലുകൾ പൂട്ടിക്കുന്നു, അതിനുശേഷം വീണ്ടും ഈ ഹോട്ടലുകൾ തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നു, വീണ്ടും ഭക്ഷ്യവിഷബാധയുണ്ടാകുന്നു. ഇത് ഇങ്ങനെ നീണ്ടു പോവുകയാണ്. എന്നാൽ ഇതിന് കാര്യക്ഷമമായി എങ്ങനെ ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാം എന്ന് ഭരണകൂടവും സർക്കാരും ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ ഒരു ചിന്ത ഇനിയും വേണ്ട ചിന്ത പുലർത്തിയില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഏത് തരത്തിൽ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കും? പ്രത്യേകിച്ചും യാത്രക്കാർ ദേശീയപാതയോരങ്ങളിലെ ഹോട്ടലുകൾ അറിയില്ല ഏത് ഹോട്ടലാണ് നല്ലത്, ഏതാണ് മോശം ഭക്ഷണ പദാർത്ഥങ്ങൾ വിതരണം ചെയ്യുന്നത് എന്ന് യാത്രക്കാർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതും അത്യാവശ്യമാണ്. ഏതായാലും നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിലെങ്ങനെ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്നുള്ള ചോദ്യത്തിന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അന്ന് പറഞ്ഞത് ഒരു ആപ്പ് വരുന്നുണ്ട്. അതായത് റേറ്റിംഗ് ആപ്പാണ് അത്. സർക്കാർ തന്നെ അത് റേറ്റ് ചെയ്യും. എങ്ങനെയുണ്ട് അവിടുത്തെ സുരക്ഷ, ഭക്ഷ്യസുരക്ഷ എങ്ങനെയുണ്ട്, വൃത്തി എങ്ങനെയുണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങൾ ആ റേറ്റിംഗ് ആപ്പ് അനുസരിച്ച്, അല്ലെങ്കിൽ അത് നോക്കിയാൽ എത്ര നക്ഷത്രങ്ങൾ ഉണ്ടെന്ന് അനുസരിച്ചൊക്കെ നമുക്ക് അവിടെ കയറാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ നടപടികളൊക്കെ എവിടെ എത്തി എന്നുള്ളത് ഈ ആഴ്ചക്കുള്ളിൽ തന്നെ. നക്ഷത്രങ്ങൾ, നാട്ടുകാർ എത്ര വട്ടം നക്ഷത്രം എണ്ണി കഴിഞ്ഞായിരിക്കും ഈ ആപ്പും നക്ഷത്രവും വരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. വീണ്ടും സർക്കാർ തന്നെ റേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഒരു റേറ്റിംഗും ഇല്ലാതെ പോലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ലൈസൻസ് റദ്ദാക്കുന്നു, പൂട്ടുന്നു, അറസ്റ്റ്, നടപടി, പരിശോധന. ഇത് സസ്റ്റെയിൻ ചെയ്യാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? ഇങ്ങനെ വീഴ്ച വരുത്തിയ ഒരു റെസ്റ്റോറന്റ് പിന്നെ തുറന്ന് പ്രവർത്തിക്കുന്നത് സത്യം പറയാമല്ല മാധ്യമ പ്രവർത്തകർ അടക്കം അറിയുന്നില്ല. അതെ, തീർച്ചയായിട്ടും നമുക്കും ഒരു വലിയൊരു ആരോപണം നമുക്ക് നേരെ ഉയരുന്നത് ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ മാത്രമാണ് നമ്മളിത് കൈകാര്യം ചെയ്യുന്നത് എന്ന് അടക്കമാണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന
ഏതൊക്കെ ഇടവേളകളിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് അറിയണം. അപ്പൊ സുധി നമുക്ക് സുവി നമുക്ക് നേരത്തെ ഈ ഒരു ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം അവരവിടെ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പരിശോധന നടക്കുന്നുണ്ടായിരുന്നോ കൊച്ചിയിൽ? അശ്വതി, കൊച്ചിയിൽ പരിശോധനകൾ നടക്കുന്നുണ്ട്. ആ പരിശോധനയുടെ ഭാഗമായി തന്നെയാണ് 500 കിലോ ഇറച്ചി, പഴകിയ ഇറച്ചി പിടികൂടിയത്. അത് ഈ 500 കിലോ ഇറച്ചി പിടികൂടിയത് കഴിഞ്ഞ ആഴ്ചയാണ്. അതിനുശേഷം ഈ നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ ലിസ്റ്റ്, പഴകിയ ഇറച്ചി വിതരണം എവിടേക്കൊക്കെയാണ് വിതരണം ചെയ്തിരുന്നത് എന്നതിൻ്റെ ലിസ്റ്റ് ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. നഗരത്തിലെ പ്രധാന മാളുകൾ, അതുപോലെ ബേക്കറികൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്കാണ് ഈ ഇറച്ചി വിതരണം ചെയ്തിരിക്കുന്നത്. ഏതായാലും നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ആപ്പിന്റെ കാര്യം പറഞ്ഞു. ആ ആപ്പ് ആണെങ്കിൽ പോലും ഇത് സർക്കാരാണ് പരിശോധിച്ച് ആദ്യം റേറ്റിംഗ് കൊടുക്കുന്നത്. സർക്കാരാണ്, ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പാണ് ഇപ്പോഴും പരിശോധനകൾ നടത്തുന്നത്. അത് കൃത്യമായ ഇടവേളകളിൽ നടത്തിയിരുന്നുവെങ്കിൽ, കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ആവർത്തിക്കപ്പെടാതെ പോകുമായിരുന്നു. പ്രത്യേകിച്ചും അത് കൃത്യമാകുന്നില്ല എന്നതിൻ്റെ ഫലമാണ് ഇപ്പോൾ നിരവധി ഈ ഭക്ഷ്യവിഷബാധ ഇങ്ങനെ ആവർത്തിച്ചു പോകുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സുവി പറഞ്ഞതാണ് അതിലെ പോയിന്റ്. സുവിയിലേക്ക് തിരികെ എത്താൻ സുവി ദയവായി തുടരണം.